OnePlusന്റെ OnePlus Ace 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പും ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ചേഞ്ചസ് ഒക്കെ ഇപ്പം വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Ace 3 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus Ace 3ൽ 6.78 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. OLED പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈന് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വന്നേക്കാം. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിം ആയിരിക്കും ഇതിൽ വരിക. ഈ ഫോണിൻ്റെ ബ്ലൂ കളർ വേരിയൻറ്റും ഗ്രേ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഗോൾഡ് കളർ വേരിയൻറ്റും വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിലും വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 1 TB ഇൻറ്റേർണൽ വരെയൊക്കെ ഇതിൽ വന്നേക്കാം. 16 GB റാം വരെയൊക്കെ വന്നേക്കാം. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. മുമ്പ് 32 മെഗാ ടെലിഫോട്ടോ ലെൻസ് വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പ്ലാന് OnePlus ഡ്രോപ്പ് ചെയ്തു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതേ ഫീച്ചേഴ്സുമായിട്ട് Realme 12R എന്ന പേരിൽ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlus 11R എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണും ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ചിലപ്പം ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlus Ace 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് OnePlus 12R എന്ന പേരിൽ വരുമ്പം നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.